ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സാറാ ബയോ വേൾഡ്. നമ്മളിന്ന് +1 ആദ്യത്തെ യൂണിറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന യൂണിറ്റിലെ ചാപ്റ്റർ 1 ദ ലിവിങ് വേൾഡിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. +1 ബോർഡ് എക്സാമിനും അതുപോലെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും കൂടിയുള്ള വീഡിയോ ആണിത്. വളരെ കുഞ്ഞു ചാപ്റ്ററാണ്, കോൺസെപ്റ്റ്സും അധികമൊന്നുമില്ല. ബട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പ്രോബിലിറ്റി കൂടുതലാണ്. സോ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. സോ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലെ ലിവിങ് ബീങ്സ് ആൻഡ് നോൺ ലിവിങ് ബീങ്സ് ഉണ്ട്. സോ ലിവിങ് ബീങ്സിൻ്റെ യുണീക്ക് ക്യാരക്ടേഴ്സ് എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ലിവിങ് ആൻഡ് അതിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മുടെ എൻസിആർ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ, എബിലിറ്റി ടു സെൻസ് എൻവയോൺമെൻറ്റ് ആൻഡ് സ്യൂട്ടബിൾ റെസ്പോൺസ്. ഇത് മോർ ഫീച്ചേഴ്സും കൂടി പറഞ്ഞിട്ടുണ്ട്. മെറ്റബോളിസം, എബിലിറ്റി ടു സെൽഫ് റെപ്ലിക്കേറ്റ്, സെൽഫ് ഓർഗനൈസ്, ഇൻട്രാക്ട്. സോ ഈ പോയിൻറ്റ്സിനെയൊക്കെ കുറിച്ച് ഉള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഗ്രോത്ത് വളർച്ച. ഇൻക്രീസ് ഇൻ മാസ് ഓർ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, അതായത് മാസിൻ്റെ ഇൻക്രീസും ഓർ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻക്രീസുമാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനും ഗ്രോത്ത് ഉണ്ടല്ലേ. ബട്ട് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഗ്രോത്ത് ത്രൂ ഔട്ട് ദെയർ ലൈഫാണ്. ബട്ട് അനിമൽസിന് അങ്ങനെയല്ല, സർട്ടൻ ഏജ്, ഒരു പ്രായം വരെ മാത്രമേ അവർക്ക് ഗ്രോത്ത് ഉള്ളൂ. ബട്ട് ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ വഴിയാണ് നടക്കുന്നത്. ആൻഡ് നോൺ ലിവിങ് തിങ്സിനും ഗ്രോത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അത് അവർക്ക് എങ്ങനെയാണ്? ഇൻക്രീസ് ഇൻ ബോഡി മാസ്. എക്സാമ്പിൾ മൗണ്ടെയിൻസ്, സാൻഡ് മൗണ്ട്സ് ടു ഗ്രോ. അതായത് അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ ഓൺ സർഫസ്. അതായത് ഒരു സർഫസ് ഉണ്ട്, അതിൻ്റെ പുറത്ത് മെറ്റീരിയൽസിൻ്റെ ഇങ്ങനെ അക്യുമുലേഷൻ നടക്കുന്തോറും അവരുടെ മാസ് ഇങ്ങനെ ഇൻക്രീസ് ആവുകയാണ്. സോ അവർക്ക് ഗ്രോത്ത് സംഭവിക്കുന്നു. ഇതാണ് നോൺ ലിവിങ് തിങ്സിൻ്റെ ഗ്രോത്ത്. ഇതാണ് സാൻഡ് മൗണ്ട്സിൻ്റെ മെറ്റീരിയലിൻ്റെ അക്യുമുലേഷൻ വഴിയാണ് ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞ മെയിൻ പോയിൻ്റാണ് ഗ്രോത്ത് കാൻ ബി ടേക്കൻ ആസ് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. സോ ഗ്രോത്ത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നില്ല. സോ നീറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഗ്രോത്ത് കാൻ ബി ടേക്കൻ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കാം, റിപ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഓഫ് പ്രൊജനി പ്രോസസ്സിങ് ഫീച്ചേഴ്സ് സിമിലർ ഓർ ഡിസിമിലർ ടു പാരൻസ്. അതായത് പാരൻസിന് സിമിലർ ആയിട്ടോ ഓർ ഡിസിമിലർ ആയിട്ടും നമുക്ക് യങ് വൺസ് കാണാം. സോ ഡിസിമിലർ ആയിട്ട് കാണുന്ന ഒരിതാണ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. റിപ്രൊഡക്ഷനിൽ 3 സബ് ഡിവിഷൻ ഉണ്ട്: സെക്ഷൽ, അസെക്ഷൽ, വെജിറ്റേഷൻ. ഈ വെജിറ്റേഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ. സെക്ഷൽ റിപ്രൊഡക്ഷനിലാണ് വേരിയേഷൻ നടക്കുന്നത്. അതായത് ക്രോമസോം തമ്മിൽ ക്രോസ് ഓവർ ചെയ്താണ് വേരിയേഷൻ. അതായത് മെയിലിൽ നിന്ന് സ്പെർമും ഫീമെയിൽ നിന്ന് ഗാമറ്റായ എഗ്ഗും ഇവ രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് വരുന്നതാണ് സൈഗോട്ട്. സോ അങ്ങനെ വേരിയേഷൻ നടക്കും. സോ സെക്ഷൽ റിപ്രൊഡക്ഷനിലാണ് വേരിയേഷൻ നടക്കുന്നത്. ഫീമെയിൽ നിന്ന് എഗ്ഗും ആൻഡ് മെയിലിൽ നിന്ന് സ്പേംസ് ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു വളർച്ചയാണ് എംബ്രിയോ. സോ ഇവിടെയാണ് വേരിയേഷൻ നടക്കുന്നത് ഡ്യൂ ടു ദി ക്രോസ് ഓവർ ഓഫ് ക്രോമസോംസ്. ആൻഡ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്: ബൈനറി ഫിഷൻ, ബഡ്ഡിങ്, ഫ്രാഗ്മെൻറ്റേഷൻ. സോ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇൻ കേസ് ഓഫ് ഫഞ്ചയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ദേ പ്രൊഡ്യൂസ് അസെക്ഷൽ സ്പോർസ്. ഇതാണ് സ്പോർസ്. ഈ സ്പോർസാണ് അവർ അസെക്ഷലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ സ്പോർസ് മണ്ണിലോട്ട് വീഴുമ്പോൾ ഒരു ന്യൂ ഫഞ്ചയാണ് അവിടെ ഡെവലപ്പ് ആവുന്നത്. സോ ഫഞ്ചൈ പ്രൊഡ്യൂസ് അസെക്ഷൽ സ്പോർസ്. ആൻഡ് നെക്സ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഈസ്റ്റ് ഓർ ഹൈഡ്ര, ഇവരുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇവരുടെ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബഡ്ഡിങ് വഴിയാണ്. ബഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഓർഗാനിസമിൽ നിന്ന് ഒരു പാർട്ട് മാത്രം പ്രത്യേകിച്ച് വളരുകയും ആൻഡ് അത് ഒരു ന്യൂ ഓർഗാനിസമായി തന്നെ മാറുകയും ചെയ്യുകയാണ്. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബഡ്ഡിംഗ്. ഈ ബഡ്ഡിംഗ് എന്നുള്ള പ്രോസസ്സ് നമുക്ക് ഹൈഡ്രയിൽ കാണാം. ആൻഡ് ഇൻ കേസ് ഓഫ് പ്ലനേറിയ ഓർ ഫ്ലാറ്റ് വേംസ് അത് നോക്കുകയാണെങ്കിൽ ഇത് മെയിനാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ട്രൂ റീജനറേഷൻ, ഈ റിപ്രൊഡക്ഷൻ മോഡാണ് ഫ്ലാറ്റ് വേംസിന് ട്രൂ റീജനറേഷൻ. അതായത് ഫ്രാഗ്മെൻറ്റഡ് ഓർഗാനിസം റീജനറേറ്റ്സ് ദ ലോസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ബിക്കംസ് എ ന്യൂ ഓർഗാനിസം. അതായത് ഒരു ഓർഗാനിസം ഉണ്ട്, അവരുടെ പാർട്ട് ഇങ്ങനെ ലോസ് ആകുമ്പോഴത്തേക്കും ആ ലോസ്റ്റ് പാർട്ട് തന്നെ ഒരു ന്യൂ ഓർഗാനിസമായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഓർഗാനിസത്തിൻ്റെ ഈ ഒരു പാർട്ട് ലോസ്റ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു പാർട്ട് ഒരു ന്യൂ ഓർഗാനിസമായി തന്നെ മാറുന്നു. ഇതാണ് പ്ലനേറിയ ഫ്ലാറ്റ് വേമിൻ്റെ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ. ആൻഡ് യൂണിസെല്ലാർ ഓർഗാനിസത്തിനെ കുറിച്ച് പറയുന്നത്, ഇവരുടെ യൂണിസെല്ലാർ, ഇത് ഒറ്റ സെൽ, അവരുടെ ആ ഒരു ഓർഗാനിസം അവരുടെ ഒരു റിപ്രൊഡക്ഷൻ മോഡിനെ കുറിച്ചും പറയുന്നുണ്ട്. ബാക്ടീരിയ, ആൽഗി, അമീബ.
ഇവരുടെ ഒരു റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റിപ്രൊഡക്ഷൻ ഇസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. അതായത് ഇവരുടെ യൂണിസെല്ലാർ, ഇതൊരു യൂണിസെല്ലാറാണ്. സോ ഇവർക്ക് ഒരു ഓർഗനിസം ഇവർക്ക് ഗ്രോത്ത് കൂടുമ്പോഴത്തേക്കും ഇവർ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഡ്യൂ ടു ഗ്രോത്ത്. ഇത് തന്നെയാണ് റിപ്രൊഡക്ഷനും. അതായത് ഒരു ഓർഗനിസം ഡിവൈഡായി 2 ന്യൂ ഡോട്ടർ ഓർഗനിസമായി മാറുന്നു. സോ ഹിയർ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും അതുപോലെ ഗ്രോത്ത് എന്ന് പറയുന്നതും ഒരു കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ്. ഗ്രോത്തിനായാലും ഇവരുടെ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ആവുന്നു. അറ്റ് ദ സെയിം ടൈം റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ആവുന്നു, ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു. സോ ഹിയർ ഫോർ യൂണിസെല്ലാർ ഓർഗനിസം റിപ്രൊഡക്ഷൻ ഇസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. ആൻഡ് നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റിൽ പറയുന്ന മെയിൻ പോയിന്റ്, റിപ്രൊഡക്ഷൻ ഓൾസോ കനോട്ട് ബി ആൻ ഓൾ ഇൻക്ലൂസീവ് ഡിഫൈനിങ് ക്യാരക്ടർ ഓഫ് ലിവിങ് ഓർഗനിസം. റിപ്രൊഡക്ഷനും ഇവിടെ ഒരു ഡിഫൈനിങ് ക്യാരക്ടറായിട്ട് പറയുന്നില്ല. സോ നമ്മളിവിടെ നോക്കിയായിരുന്നു ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷൻ. ഈ രണ്ടിൻ്റെയും എക്സ്പ്ലനേഷനിൽ ഗ്രോത്തും ആൻഡ് റിപ്രൊഡക്ഷനും ഇതുവരെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നില്ല. ആൻഡ് നെക്സ്റ്റ് വൺ മെറ്റബോളിസം. മെറ്റബോളിസം നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഈ ഇഷ്ടം പോലെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിൽ 2 ടൈപ്പ് മെറ്റബോളിസം ഉണ്ട്, കാറ്റബോളിസം ആൻഡ് ആനബോളിസം. ആൻഡ് ഓൾ ലിവിങ് ഓർഗനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് കെമിക്കൽസ്. അറിയാം, നമുക്ക് നമ്മുടെ ബോഡി ഫുൾ കെമിക്കൽസ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് ഫുൾ നടക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഫങ്ഷൻസ് നടക്കുന്നത്. Thousands of metabolic reaction occur in living organism, be they unicellular or multicellular. Even if they are unicellular or even if they are multicellular, അതൊന്നും ഇവിടെ പ്രശ്നമില്ല. ബട്ട് അവരുടെ ഓർഗനിസം, അവരുടെ ബോഡിയിൽ ഇഷ്ടം പോലെ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. സം ടോട്ടൽ ഓഫ് ഓൾ ദി കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻ അവർ ബോഡി ഈസ് മെറ്റബോളിസം. ഇതാണ് മെറ്റബോളിസത്തിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ. ദ സം ടോട്ടൽ ഓഫ് ഓൾ ദി കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിൻ്റെയും ഒരു ടോട്ടൽ, അതായത് അതിനെയാണ് മൊത്തത്തിൽ നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നെക്സ്റ്റ്, അത് ഇത്രയേ ഉള്ളൂ മെറ്റബോളിസം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദി ബോഡി ഈസ് ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോം. സോ ഇതുവരെ പറഞ്ഞതിൽ ഒരു ഡിഫൈനിങ് ഫീച്ചർ, ഫസ്റ്റ് ഡിഫൈനിങ് ഫീച്ചറാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. അതായത് നമുക്കറിയാം ദ യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് സെൽ. സെൽസ് കൂടുന്തോറും ടിഷ്യൂസ് ആവുന്നു, ടിഷ്യൂസ് കൂടുന്തോറും ഒരു ഓർഗൻസ് ആവുന്നു. സോ ഇങ്ങനെ ഒരു സിസ്റ്റമായിട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട്. സോ സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ് ഇവിടെ ഒരു ഡിഫൈനിങ് ഫീച്ചറായിട്ട് പറയുന്നത്. ലൈഫ് ഫോംസിൻ്റെ, ജീവനുള്ളവരുടെയൊക്കെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി cellular organization. ആൻഡ് ഫോർത്ത് വൺ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഫീച്ചർ ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. എബിലിറ്റി ടു സെൻസ് ദ സറൗണ്ടിങ്സ് റെസ്പോണ്ട് ടു എൻവയോൺമെൻറ്റ് സ്റ്റിമുലൈ. അതായത് നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാട് നമ്മൾ സെൻസ് ചെയ്യുന്നു, നമ്മുടെ ഓരോ സ്റ്റിമുലയും നമ്മൾ മനസ്സിലാക്കുന്നു ആൻഡ് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹ്യൂമൻസിനാണെങ്കിൽ നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്, നമ്മൾ എൻവയോൺമെൻറ്റ് സെൻസ് ചെയ്യാൻ നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്. പക്ഷേ പ്ലാന്റ്സിനോ അവർക്ക് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, കെമിക്കൽസ്, ഇതൊക്കെയാണ് ഇവരുടെ സ്റ്റിമുലൈ. ഇപ്പോൾ ലൈറ്റാണ് നമുക്കറിയാം, ചെടികൾക്കൊക്കെ ലൈറ്റ് വേണം. ഫോട്ടോസിന്തസിസിന് ലൈറ്റ് ഒരു മെയിൻ കമ്പോണൻ്റ് ആണ്. സോ ചെടിയൊക്കെ നമുക്കറിയാം വെളിച്ചത്തിൽ വെച്ചാൽ മാത്രമേ ചെടി വളരത്തുള്ളൂ. ദെൻ വാട്ടർ, റൂട്ട്സ് ഒക്കെ ആണെങ്കിൽ വാട്ടറുള്ള സ്ഥലത്തിലൊക്കെ മാത്രമേ അത് പോകത്തുള്ളൂ. ആൻഡ് ടെമ്പറേച്ചർ, കെമിക്കൽസ്. സോ ഇതൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ സ്റ്റിമുലൈ. ഹ്യൂമൻ ബീങ് ഈസ് ദ ഓൺലി ഓർഗനിസം ഹു ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്. ദാറ്റ് ഈസ് സെൽഫ് കോൺഷ്യസ്നെസ്. നമുക്കറിയാലേ, നമ്മൾ സെൽഫ് അവെയർനെസ് ആണ്. നമുക്ക് നമ്മളെക്കുറിച്ച് എപ്പോഴും ഫ്യൂച്ചറിലോട്ടുള്ള പ്ലാൻസും അതുപോലെ നമ്മൾ എപ്പോഴും സെൽഫ് കോൺഷ്യസ്നെസ് ആണ്. ഹ്യൂമൻ ബീങ്സിന് മാത്രമേ സെൽഫ് കോൺഷ്യസ് ആണ്. ബട്ട് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റ് ആയിട്ട് നോക്കുന്നില്ല. ബിക്കോസ് അത് ഹ്യൂമൻ ബീങ്സിന് മാത്രമുള്ളതാണ് ഈ സെൽഫ് കോൺഷ്യസ്നെസ്. വേറെ ഒരു ലിവിങ് ഓർഗനിസമിനും അതില്ല, ഓൺലി ഫോർ ഹ്യൂമൻ ബീങ്സ്. സോ സെൽഫ് കോൺഷ്യസ്നെസ്സിനെ ഒരു ക്യാരക്ടറായിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. And important point is consciousness there becomes the defining property of living organism. Living organismത്തിന്റെ ഒരു defining property consciousness, not self-consciousness, because self-consciousness is only for human being, not for all the living organisms. So the defining property of living organism is consciousness. സോ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലെ കുറച്ച് ആദ്യത്തെ ഭാഗം. സോ ലിവിങ് വേൾഡ് എന്നുള്ള ഈ ചാപ്റ്ററിനെ നമ്മൾ 4 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തെ പാർട്ടിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ. ഐ ഹോപ്പ്